നമ്മൾ നോക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ വൺ വേ അനോവ ചെയ്തു. ഇവിടെ നമ്മൾ നോക്ക് രണ്ടെണ്ണം ചെയ്യണം. ഇവിടെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് മെഷീൻ്റെ ടൈപ്പും ഒന്ന് വർക്കേഴ്സും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനും നോക്ക് എ ബി രണ്ട് ക്വസ്റ്റ്യൻ്റെ. ഒന്ന് എന്താ മെയിൻ പ്രൊഡക്ടിവിറ്റി എല്ലാ മെഷീൻസിനും സെയിം ആണോ എന്ന്. അതാണ് നമ്മളിവിടെ ഫസ്റ്റത്തെ നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് എടുത്തുള്ളത്. ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു എക്സിട്ര ഈക്വൽ ടു ആൽഫ 5. ഇനി അതുമാതിരി തന്നെ വർക്കേഴ്സിൻ്റെ കേസിൽ വരുമ്പോൾ ബീറ്റ 1 ഈക്വൽ ടു ബീറ്റ 2 ഈക്വൽ ടു ബീറ്റ 3 ഈക്വൽ ടു ബീറ്റ 4. ആദ്യം നമ്മൾ നേരത്തെ പോലെ തന്നെ ടി കണ്ടുപിടിക്കുക. ടി എന്ന് പറഞ്ഞാൽ എന്തോ ഇതിലത്തെ ഓരോ ഒബ്സർവേഷൻ്റെയും സമ്മിനെ എടുത്തിട്ടുള്ള സമ്മിനെയാണ് എന്താ പറയുന്നത് ടി പറയുന്നത്. പിന്നെ കറക്ഷൻ ഫാക്ടർ ടി സ്ക്വയർ ബൈ എൻ. എത്ര എണ്ണം ഉണ്ട് ഇവിടെ ടോട്ടൽ? 20 എണ്ണം അല്ലേ? 1 2 3 4 5 അങ്ങനെ 20 എണ്ണം വരെ ഉണ്ട്. അപ്പോൾ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 112 സ്ക്വയർ ബൈ എൻ. ഇനി സം ഓഫ് സ്ക്വയർ ബിറ്റ്വീൻ മെഷീൻ എന്ന് പറഞ്ഞാൽ മെഷീൻ ഇവിടെ എങ്ങനെയാണ് കോളത്തിലല്ലേ വരുന്നത്. അപ്പോൾ എസ് എങ്ങനെയാണ് കാണുക? ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ സമ്മിൻ്റെ സ്ക്വയർ ബൈ ആ കോളത്തിൽ എത്ര എണ്ണം ഉണ്ട് അതൊക്കെ കൂടി ആഡ് ചെയ്യുക മൈനസ് കറക്ഷൻ ഫാക്ടർ. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെ വരും? C-1 എത്ര കോളുണ്ട് അത് വെച്ചിട്ട്. ഇനി SSR ബിറ്റ്വീൻ വർക്കേഴ്സ് വരുമ്പോൾ വർക്കേഴ്സൊക്കെ റോലല്ലേ. അപ്പോൾ ആ റോയുടെ സമ്മിൻ്റെ സ്ക്വയർ ബൈ ഒരു റോയിൽ എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാരല്ലേ. 1 2 3 4 5 ഡിവൈഡഡ് ബൈ 5 മൈനസ് കറക്ഷൻ ഫാക്ടർ. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ R-1. ഇനി ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഓരോ എലമെൻറ്റിൻ്റെയും സ്ക്വയർ കാണുക. 4ൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ അങ്ങനെ ഓരോന്നിൻ്റെയും സ്ക്വയർ കണ്ടിട്ട് അതിൽ നിന്ന് കറക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? SST കിട്ടും. ഇനി അടുത്തത് SSE റെസിജ്വൽ. അതെങ്ങനെ? ടോട്ടൽ സമ്മിൽ നിന്ന് കോളത്തിൻ്റെ റോഡിയും മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? SSE. ഇനി അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറഞ്ഞാൽ C-1 ഇൻറ്റു R-1. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ബോക്സ് വരയ്ക്കുക. ബിറ്റ്വീൻ മെഷീൻസ് പറഞ്ഞാൽ എന്താ? SSC. ബിറ്റ്വീൻ വർക്കേഴ്സ് പറഞ്ഞാൽ SSR. റെസിജ്വൽ എന്ന് പറഞ്ഞാൽ SSE. അതിൻ്റെ മൂന്നിൻ്റെയും വാല്യൂ SSൻ്റെ വാല്യൂ രണ്ടാമത്തെ കോളത്തിൽ എഴുതി. മൂന്നാമത്തത് ഓരോന്നിൻ്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നാലാമത്തത് MS കണ്ടുപിടിക്കുക. MS എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സം ഓഫ് സ്ക്വയേഴ്സ് ബൈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഫസ്റ്റത്തത് വരുമ്പോൾ എന്ത് വരും? 12.8/4. രണ്ടാമത്തത് വരുമ്പോൾ 22/3 വരും. മൂന്നാമത്തത് വരുമ്പോൾ 30/12. അങ്ങനെ MS കണ്ടുപിടിക്കുക. പിന്നെ എഫ് റേഷ്യോ കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? FC എന്ന് പറഞ്ഞാൽ MS ബൈ 2.5 എന്ന് പറഞ്ഞാൽ എൻ്റെ SSE. MSC ഇപ്പോൾ റോയുടെ കേസാണെങ്കിൽ MSR ബൈ SSE. കോളത്തിൻ്റെ കേസാണെങ്കിൽ MSC ബൈ SSE. SSE പറഞ്ഞാൽ 2.5 അല്ലേ. അത് വെച്ചിട്ട് അതും കണ്ടുപിടിക്കുക. അപ്പോൾ കോളത്തിൻ്റെയും കിട്ടി, റോഡും കിട്ടി. കോളത്തിൻ്റെ കേസിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക നോക്ക്. കോളത്തിൻ്റെ കേസിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക 4ഉം 12ഉം. റോഡ് കേസിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക 3ഉം 12ഉം. നമ്മുടെ ടേബിളിൽ വെച്ചിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? ഇതാണ് നമ്മുടെ കോളത്തിലുള്ള കാൽക്കുലേറ്റഡ് വാല്യൂ. ഈ കാൽക്കുലേറ്റഡ് വാല്യൂ മറ്റേതിനെ അപേക്ഷിച്ച് എന്താണ്? കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഹൈപ്പോത്തീസിസ് കറക്റ്റാണ്, അതായത് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല എന്ന്. രണ്ടാമത്തെ കേസിൽ വർക്കേഴ്സിൻ്റെ കേസിലാണെങ്കിലോ അത് ലെസ് ദാൻ ആണ്. അപ്പോൾ നമ്മുടെ ഹൈപ്പോത്തീസിസ് കറക്റ്റാണ്, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല എന്ന്. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട് എന്ന് വരും. നമ്മുടെ നൾ ഹൈപ്പോത്തീസിസ് റിജക്റ്റ് ചെയ്യും.